ആളവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ആളുകൾ കണ്ടുള്ള വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ, ലൈവ് വീഡിയോ ആണ്. ഇതാണ് വീഡിയോ. എല്ലാവരും കൂടി എൻ്റെ കുടുംബജീവിതം കുട്ടിച്ചോറാക്കി. ഇല്ലാത്ത കേസുകൾ നല്ലോണം ശേഷം എന്നെ പരാതിപ്പെട്ടു. ആ കാരണം ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കുന്നു. ജീവിതം അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള റംഷാദ് ഒളവണ്ണ അവൻ ഉമ്മാന്റെ നാട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെ റംഷാദ് ഒളവണ്ണ കേട്ടോ. അവനങ്ങൾ രഞ്ജുത വിളിക്കുന്നത് കോഴിക്കോടുള്ളതാണ്. അവൻ ഉമ്മാന്റെ കൂടെ തിരൂര് ചെറുപ്പൂരാണ്. സോഷ്യൽ മീഡിയ ഒരു വീഡിയോ ഉണ്ടാണ്. ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാണ്, ജീവിതം അവസാനിപ്പിക്കുകയാണെന്നുള്ളത്. എന്താന്ന് കണ്ടാൽ നമുക്കൊരു ഐഡിയ ഇല്ല. അങ്ങനെയാണ് രാത്രി പുലർച്ചെ സ്റ്റേഷനിൽ തിരൂർ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ നമ്മൾ വണ്ടിയിട്ട് പോയിട്ട് അവനെ കൊടുന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള പിരിമുറുക്കത്തിൽ പറഞ്ഞാണ് വീഡിയോ. ഒരു ആള് അവൻ്റെ 2.5 ലക്ഷം രൂപയോളം ഇൻവെസ്റ്റ്മെന്റ് അവന്റെ ഭാര്യയുടെ പണ്ടം വിറ്റിട്ട് പൈസ കൊടുത്ത് മാസം നിശ്ചിത തുക എനിക്ക് തരാമെന്ന് പറഞ്ഞതാണ്. ഇവൻ 16 വർഷമായിട്ട് വാടക വീട്ടിലെ താമസം. 2 ആൺകുട്ടികളുണ്ട്, ഒരു പെൺകുട്ടിയുണ്ട്. ഓക്കെ, വാടക കൊടുക്കാൻ പോലും പണമില്ലാതെ പൈസ വാങ്ങിയ ആളിപ്പോൾ മാസങ്ങളായിട്ട് ഒരു ഫണ്ട് പോലും കൊടുക്കണില്ല. അതുകൊണ്ട് ഇപ്പോൾ അവർക്ക് ജോലിക്ക് പോകാൻ പറ്റണില്ല. അതേപോലെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അവിടെ കഴിഞ്ഞിട്ട് അത് കാരണം വലിയൊരു റിസ്കിൽ ജോലി എടുക്കാനും പറ്റൂല. അപ്പോൾ ഒരാൾ വിശ്വസിച്ചിട്ട് പണം കൊടുത്ത് ആ മനുഷ്യൻ ഇന്ന് ഫോൺ പോലും എടുക്കാതെ എവിടേക്കോ തിരിഞ്ഞു കളിക്കുകയാണ്. അപ്പൊ പണ്ടോ ഇല്ല, പൈസ ഇല്ല, ഒന്നുമില്ല. അപ്പൊ വീട്ടിൽ നിന്ന് നാട്ടിൽ നിന്ന് സുഹൃത്തുക്കളും അവളെ കുടുംബക്കാരും എന്റെ വേണ്ടപ്പെട്ട ആളുകളൊക്കെ ഇവരെ വിളിച്ചിട്ട് എവിടെ പൈസ, എന്താണ് എന്റെ ഫണ്ട് എവിടെ പോയി, പൈസ എവിടെ നിന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ഉത്തരം. അതുകൊണ്ട് സോഷ്യൽ മീഡിയ വന്നിട്ട് ഒരു വീഡിയോ ഇട്ടതാണ്. അത് എന്താ ഇടാൻ കാരണം, ജീവിതം എനിക്ക് മതിയായി എന്നൊക്കെ പറഞ്ഞത്, എന്നാലെങ്കിലും പൈസ കൊടുക്കാനുള്ള ആള് പൈസ കൊടുക്കല്ലോ എന്ന് വിചാരിച്ച് ആ മനുഷ്യൻ ഇന്നേ വരെ ഫോൺ ഓണാക്കിയിട്ട് പോലില്ല. ഞാൻ വീഡിയോ ആരും ഷെയർ ചെയ്യാതിരിക്കുക. അതിനെ ഒറ്റപ്പെടൽ കാരണമാണ് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്തിട്ടുള്ളത്. വീട്ടിൽ പോയിട്ട് എൻ്റെ വീട്ടുകാർക്ക് സംസാരിച്ച് ക്ലിയർ ആക്കിയിട്ട് ഓൻ എന്തെങ്കിലും ചെറിയൊരു ജോലി അല്ലെങ്കിൽ ഓനെ ചെറിയ വീട് ഉണ്ടാക്കി കൊടുക്കാനുള്ള പ്ലാനുണ്ട്. മാസം 6000 രൂപക്ക് വാടക നിൽക്കുകയാണ്. അസ്കർ എന്നുള്ള വ്യക്തിയാണ് എനിക്ക് പൈസ കൊടുക്കാറ്. അസ്കർ ദുനിയാവിൽ ഏതെങ്കിലും അറ്റത്തുനിന്ന് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പൊന്നു മോനെ ആ പൈസന്റെ ഇടപാട് തീർക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. കാരണം ഒരു ഭാര്യന്റെ 2-3 കുട്ടികൾ ഇവന് കണ്ണീര് ശാപം ഏറ്റവും വാങ്ങേണ്ടി വരും കേട്ടോ. കാരണം ഇത് ഈ ഇങ്ങനെ പറ്റിച്ചിട്ടുള്ളത് ഏറ്റവും വലിയ കോടീശ്വരനൊന്നുമല്ല, വളരെ സാമ്പത്തികമായിട്ട് പിരിമുറക്കമുള്ള ഒറ്റ കോട്ടേഴ്സ് താമസിക്കുന്ന വ്യക്തിന്റെ പൈസ വാങ്ങിയിട്ട് വിളിച്ചാൽ ഫോൺ എടുക്കുള്ള 8 മാസമായിട്ട് കൊടുക്കണില്ല. ഒരു മനുഷ്യൻ ജീവിതം അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞത് ഇതിന് വേണ്ടിയിട്ട് വയനാട് വരെ തെരഞ്ഞു പോയിട്ടുണ്ട്. അന്നൊക്കെ ഒരുപാട് സ്ഥലത്ത് തൃശ്ശൂർ ഉണ്ട്, തിരുവനന്തപുരം ഉണ്ട്, വയനാട് എന്നെ തെരഞ്ഞു വരെ ഫോൺ എടുക്കൂല മുങ്ങ. എന്താ അങ്ങനെ